Hi students, welcome to Text Tutor Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിന്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ മക്കൾക്ക് അറിയാം പല രാജ്യങ്ങളിലും പ്രിന്റ് എന്ന് പറയുന്നതിന്റെ ഡെവലപ്മെന്റ് പല ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന മോഡേൺ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള മീഡിയാസിൽ വരെ എത്തി നിൽക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലെ പ്രിന്റ് കൾച്ചർ എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ വരുത്തിയത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിന്റഡ് ബുക്സ്. ഓക്കെ, ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത ബുക്സ് ഏതൊക്കെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മക്കളെ നോക്കിക്കേ. The earliest kind of print technology was developed in China, Japan and Korea. ഈ പ്രിന്റ് ടെക്നോളജിന്റെ ആരംഭം എന്ന് പറയുന്നത് തന്നെ ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നു എന്ന് മക്കൾക്ക് അറിയോ? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഇറ്റ് ഈസ് ഇൻ ചൈന, ജപ്പാൻ ആൻഡ് കൊറിയയിലാണ് ആദ്യമായിട്ട് പ്രിന്റ് ടെക്നോളജി വന്ന രാജ്യങ്ങള്. 3 രാജ്യങ്ങളാണ് ഏതൊക്കെ മക്കളെ? ഇറ്റ് ഈസ് ചൈന, ജപ്പാൻ ആൻഡ് കൊറിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ. ആൻഡ് ദിസ് വാസ് എ സിസ്റ്റം ഓഫ് ഹാൻഡ് പ്രിന്റിങ്. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് പ്രിന്റ് ടെക്നോളജിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ചുവട് വെച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജപ്പാൻ, ചൈന ആൻഡ് കൊറിയ ആണ്. അവിടെ ആദ്യ സ്റ്റെപ്പിൽ എങ്ങനെയായിരുന്നു? നമ്മള് ഹാൻഡ് പ്രിന്റിങ് ആയിരുന്നു അല്ലെ. നമ്മൾ ഹാൻഡ് ടൈപ്പ് ചെയ്തില്ലേ, കൈകൊണ്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രിന്റ്സ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പില് പ്രിന്റ് ടെക്നോളജിന്റെ ആദ്യ കടമ്പ എന്ന് പറയുന്നത്. പിന്നെയോ ഫ്രം AD 594 ഓൺവേർഡ്സ് അല്ലെ, AD 594 ഓൺവേർഡ്സ് ആ ഒരു കാലഘട്ടം തൊട്ട് ദ ബുക്സ് ഇൻ ചൈന were printed by rubbing paper. ഓക്കെ, അങ്ങനെ ചൈനയില് 594 AD തൊട്ട് ചൈനയിലെ ബുക്സ് ഒക്കെ എന്ത് പേപ്പറിലാണ് പ്രിന്റ് ചെയ്തത്? ഇറ്റ് ഇസ് പ്രിന്റഡ് ബൈ rubbing paper. It is also invented there against the inked surface of വുഡ് ബ്ലോക്സ്. പണ്ട് കാലഘട്ടത്ത് ചൈനയിൽ വുഡ് ബ്ലോക്സ് ആണെങ്കിൽ അതിന് എതിരെയായിട്ട് അല്ലെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു റബ്ബിംഗ് പേപ്പർ അവർ യൂസ് ചെയ്തത് ബുക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് the 3 countries that earliest kind of print technology was started? It is in China, Japan and Korea. അവിടെ എന്ത് സിസ്റ്റം ആയിരുന്നു നിലനിന്നത്? ഹാൻഡ് പ്രിന്റിംഗ് സിസ്റ്റം ആയിരുന്നു നിലനിന്നത് എന്ന് പറഞ്ഞു. പണ്ട് ചൈനയിൽ വുഡ് ബ്ലോക്സ് ബേസ്ഡ് പ്രിന്റിംഗ് ആണ് നടന്നിരുന്നതെങ്കിൽ, ഇങ്ക്ഡ് സർഫേസ് ഓഫ് വുഡ് ബ്ലോക്സ് പ്രിന്റിംഗ് ആണ് നടന്നിരുന്നതെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? അവർ ബുക്സ് പ്രിന്റ് ചെയ്തത് എന്ത് യൂസ് ചെയ്തിട്ടാ? ബൈ റബ്ബിംഗ് പേപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോയാലോ. ഇതാണ് ഓരോ സ്റ്റെപ്പില് ചൈനയില് ഓരോരുത്തരും എന്താണ് ഈ ഓരോ ബുക്സിന്റെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് കേട്ടോ. പണ്ട് കാലഘട്ടത്ത് അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ എങ്ങനെയായിരുന്നു ചൈനയില് ബുക്സ് ഒക്കെ പ്രിന്റ് ചെയ്തിരുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയാലോ. ഓക്കെ, ആസ് ബോത്ത് സൈഡ്സ് ഓഫ് ദ തിൻ porous ഷീറ്റ്. ഓക്കെ, എന്ന് വെച്ചാല് തിന്നായിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഷീറ്റിന്റെ 2 സൈഡും കുഡ് നോട്ട് ബി പ്രിന്റഡ്. ആ ഒരു ടൈമില് ഒരു ബുക്കിന്റെ പേപ്പറിൽ 2 സൈഡിലും എന്ത് ചെയ്തിരുന്നില്ല? പ്രിന്റ് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ ട്രഡീഷണൽ ചൈനീസ് അക്കോർഡിയൻ ബുക്ക് വാസ് ഫോൾഡഡ് ആൻഡ് സ്റ്റിച്ച്ഡ് അറ്റ് ദ സൈഡ്. ഓക്കെ, എന്താന്ന് വെച്ചാല് പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് അക്കോർഡിയൻ ബുക്കിൽ ഒരു സൈഡ് മാത്രമേ പ്രിന്റ് ചെയ്തിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ആൻഡ് ദ ഇംപീരിയൽ സ്റ്റേറ്റ് ഇൻ ചൈന വാസ് ഫോർ എ വെരി ലോങ് ടൈം ദ മേജർ പ്രൊഡ്യൂസർ ഓഫ് പ്രിന്റഡ് മെറ്റീരിയൽ. ഓക്കെ, എന്ന് വെച്ചാല് ചൈന കുറെ കാലഘട്ടമായിട്ട് എന്തായിരുന്നു? ഒരു ഇമ്പീരിയൽ സ്റ്റേറ്റ് ആയിരുന്നു, കിങ്സ് റൂൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരായിരുന്നു എന്ത് ചെയ്യുന്നത്? അവരുടെ മേൽനോട്ടത്തിലായിരുന്നു ദ മേജർ പ്രൊഡ്യൂസിങ് ഓഫ് പ്രിന്റഡ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. അവരുടെ മേൽനോട്ടത്തിലായിരുന്നു ഇങ്ങനെയുള്ള പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാറുള്ളത്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ചൈനീസ് അക്കോർഡിയൻ ബുക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇറ്റ് വാസ് ഫോൾഡഡ് ആൻഡ് സ്റ്റിച്ച്ഡ് അറ്റ് ദ സൈഡ്. എങ്ങനെയാണ് അക്കോർഡിയൻ ബുക്ക് ഉണ്ടാവുക നമുക്ക് നോക്കിയാലോ. ദിസ് ഈസ് അക്കോർഡിയൻ ബുക്ക്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് പ്രിന്റ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു സൈഡ് മാത്രമാണ് പ്രിന്റ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ and China possessed a huge bureaucratic system. നല്ല ഹൂജ് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. which recruited its personnel through civil service examination. അല്ലെ, ഗവൺമെന്റിന് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അല്ലെ ട്രെയിനേഴ്സിനെ അല്ലെങ്കിൽ നല്ല കാൻഡിഡേറ്റ്സിനെ ഒക്കെ അവരെ എന്ത് ചെയ്യുന്ന എലക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. ത്രൂ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അല്ലെ, ആര് അധികാരത്തിൽ വരണം എന്നൊക്കെ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മെയിൻലി they recruited, like China recruited its personnel through which one? It is through civil service examination. Okay, and textbooks for this examination were printed in vast numbers under the sponsorship of imperial state. അല്ലേ, ആരാണ് നമ്മൾ പറഞ്ഞു ചൈനയിൽ പണ്ട് രാജാക്കന്മാരുടെ ഭരണമായിരുന്നു അല്ലെ, കുറെ വർഷങ്ങളായിട്ട്. ഓക്കെ, ആ ഒരു ടൈമിൽ ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിന്റഡ് ബുക്സ് ഒക്കെ ആരുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രിന്റ് ചെയ്തത്. ഇറ്റ് ഈസ് അണ്ടർ ദ സ്പോൺസർഷിപ്പ് ഓഫ് ഇമ്പീരിയൽ സ്റ്റേറ്റ്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോക്കുക ഫസ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ. ഫ്രം ദ 16th സെഞ്ചുറി അങ്ങനെ 16ാം നൂറ്റാണ്ടിലേക്ക് വന്നെത്തി ചൈനയിൽ എന്തൊക്കെ മാറ്റം വന്നു. ദ നമ്പർ ഓഫ് എക്സാമിനേഷൻ കാൻഡിഡേറ്റ്സ് വെന്റ് അപ്പ് ആൻഡ് ദാറ്റ് ഇൻക്രീസ് ദ വോളിയം ഓഫ് പ്രിന്റ്. അങ്ങനെ ചൈനയിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനുള്ള ആ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയപ്പോ കുറെ ബുക്സ് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു അല്ലെ. പിന്നെയോ അങ്ങനെ 17ാം നൂറ്റാണ്ടായപ്പോ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ചേഞ്ചസ് ചൈനയിൽ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കിയാലോ. ബൈ ദ 17th century as urban culture bloomed in China, ചൈനയിൽ മോഡേണൈസേഷൻ, ആഗോളവൽക്കരണം ഉണ്ടായി അല്ലേ. The uses of print diversified. പല പേർപ്പസസിന് വേണ്ടിയിട്ട് ചൈനയിൽ ആളുകള് ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അല്ലേ. And print was no longer used just by scholar officials. ഇത്തരം പ്രിന്റ് ബുക്സ് വലിയ പഠിപ്പുള്ളവർ മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്. പിന്നെയോ the merchants used the print in their everyday life as they collected the trade information. അവിടെ പല ജോലിയിൽ ഫോർ എക്സാമ്പിൾ ട്രേഡ് പേർപ്പസസിനൊക്കെ നിൽക്കുന്ന മെർച്ചൻസിനൊക്കെ എന്താണ് പല ഇൻഫോർമേഷൻ ഒക്കെ ലഭിക്കാൻ വേണ്ടി അവർ പേപ്പർ ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ആൻഡ് സാധാരണ ആളുകളുടെ കുട്ടികൾക്കും റീഡിങ് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബിക്കേം എ ലീഷ്യർ ആക്ടിവിറ്റി അല്ലേ. അവിടെയുള്ള ആളുകൾക്ക് മൊത്തം റീഡിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റി ആയിരുന്നു. എല്ലായ്പ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു ചൈനയിലെ മിക്ക ഭാഗത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കോളേഴ്സ് മാത്രമല്ല മെർച്ചൻസും വായിക്കുമായിരുന്നു ഡെയിലി റൂട്ടീനിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ചൈനയിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത് പിന്നെയുള്ള കാലഘട്ടത്ത്. ദ ന്യൂ റീഡർഷിപ്പ് പ്രിഫേർഡ് അല്ലെ, പുതിയ റീഡേഴ്സ് വന്നു, പുതിയ വായനക്കാർ വന്നു. എന്തൊക്കെ അവർ വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് വൺ, ദ ഫിക്ഷണൽ നെറേറ്റീവ്സ്. ദേ റെഡ് ഫിക്ഷണൽ നെറേറ്റീവ്സ് ആൻഡ് പോയട്രി. ഓക്കെ, ആൻഡ് ഓട്ടോബയോഗ്രഫീസ് they read. Okay, and anthologies of literary masterpieces also they read, and romantic plays also they read. romantic ആയിട്ടുള്ള പ്ലേസും അവര് എന്ത് ചെയ്യാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി അല്ലെ. പുതിയ വായനക്കാർ വന്നപ്പോ അവർക്കൊക്കെ എന്ത് വായിക്കാനാണ് ഇഷ്ടം. ഇറ്റ് ഈസ് മെയിൻലി ഫിക്ഷണൽ നറേറ്റീവ്സ് ആൻഡ് പോയട്രി, ഓട്ടോബയോഗ്രഫീസ്, anthologies of literary masterpieces and romantic plays അല്ലെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. റിച്ച് വിമൻ ബിഗിൻ ടു റീഡ്. പൈസക്കാരായിട്ടുള്ള കുടുംബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ വായിക്കാൻ തുടങ്ങി. പിന്നെയോ
and many women began publishing their poetry and plays. പിന്നെ കുറെ സ്ത്രീകൾ മുന്നോട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരവരുടെ കവിതകളും നാടകങ്ങളും ഒക്കെ ബുക്സിലൂടെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെയോ the wives of scholar officials published their works. എന്ന് വെച്ചാൽ വലിയ വലിയ സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെ ഭാര്യമാരൊക്കെ വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. and the courtesans wrote about their lives. അതുപോലെ തന്നെ പലതില് മന്ത്രിമാര് അല്ലെ, പല രാജാക്കന്മാരും അവരെ കഥകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ആയിട്ട് എഴുതിയിട്ട് അല്ലെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി എന്നാണ് കേട്ടോ ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത്? പുതിയ വായനക്കാർ വന്നു, അവർ പ്രിഫർ ചെയ്ത ബുക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി ഫിക്ഷണൽ നറേറ്റീവ്സ്, പോയട്രി, ഓട്ടോബയോഗ്രഫീസ്, anthologies of literary masterpieces and romantic plays. Okay, next എന്താണ്? The rich women began to read and many women began publishing their poetry and plays. കുറെ സ്ത്രീകൾ മുന്നോട്ട് വന്നു അല്ലേ, അവരുടേതായിട്ടുള്ള കവിതകളും നാടകങ്ങളും ഒക്കെ ഈ ബുക്സിലൂടെ പുറത്തിറക്കി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ആ ഒരു ടൈമിൽ ഉള്ള സ്റ്റോറീസ്. അവര് നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീകളൊക്കെ പല ടൈപ്സ് ഓഫ് പോയട്രി, പ്ലേസ് ഒക്കെ എഴുതുന്ന ഒരു സൈഡില് പിക്ചേഴ്സും ഒരു സൈഡില് റൈറ്റിംഗ്സും ആയിരുന്നു അന്ന് അവര് പ്രിഫർ ചെയ്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. Western printing techniques and mechanical presses were imported in the late 19th century as Western powers established their outpost in China. അങ്ങനെ വെസ്റ്റേൺ പീപ്പിൾ അല്ലെ, ബ്രിട്ടീഷുകാരെല്ലാം കൂടി ചൈനയിൽ വരുത്തിയ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ് ആണ്. ഓക്കെ, അങ്ങനെ ഹാൻഡ് മെയ്ഡ് ബുക്സിൽ നിന്ന് പ്രിന്റിംഗ് പ്രസിന്റെ വരവോടെ വലിയൊരു ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ് ചൈനയിൽ വരുത്തിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. And Shanghai became the hub of new print culture. പുതിയൊരു പ്രിന്റ് സംസ്കാരം ചൈനയിലെ ഏത് സിറ്റിയിലാണ് തുടക്കമിട്ടത്? ഷാങ്ഹായിലാണ്. ഇറ്റ് ഇസ് കാറ്ററിംഗ് ടു ദ വെസ്റ്റേൺ സ്റ്റൈൽ സ്കൂൾസ്. ഓക്കെ, അത് എന്തിന് വഴിതെളിയിച്ചു? വെസ്റ്റേൺ സ്റ്റൈലുള്ള സ്കൂൾസ് ഒക്കെ ചൈനയിലെ പല ഭാഗത്തായിട്ട് സെറ്റപ്പ് ചെയ്തു. ഓക്കെ, ഫ്രം ഹാൻഡ് പ്രിന്റിംഗ് there was now a gradual shift to mechanical printing. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലഘട്ടത്തിൽ ചൈനയില് ഹാൻഡ് പ്രിന്റിങ്ങിനായിരുന്നു മുൻതൂക്കമെങ്കിൽ ഇപ്പോ എന്തിനാണ് മക്കളെ മുൻതൂക്കം? ഇറ്റ് ഈസ് ഫോർ മെക്കാനിക്കൽ പ്രിന്റിംഗ് അല്ലേ. ഓക്കെ, ഇപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ പ്രിന്റിംഗ് ഇൻ ചൈന. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഇറ്റ് ഈസ് പ്രിന്റിംഗ് ഇൻ ജപ്പാൻ. ഓക്കെ, ജപ്പാനിൽ എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രിന്റിംഗ് വരുത്തിയ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, കം ഓൺ. ഓക്കെ, the Buddhist missionaries from China. ചൈനയിലുള്ള ബുദ്ധമത സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്തു? introduced hand printing technology into Japan around AD 768 to 770 അല്ലെ. ചൈനയിലുള്ള ബുദ്ധിസ്റ്റ് മിഷണറീസ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ജപ്പാനില് 768 to 770 AD എന്ത് കൊണ്ടുവന്നു? ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി ചൈനീസുകാര് ജപ്പാനിൽ കൊണ്ടുവന്നു. ഏത് വർഷം? ഇറ്റ് ഈസ് AD 768 to 770 AD. ഓക്കെ, പിന്നെയോ ദ ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് ഇസ് പ്രിന്റഡ് ഇൻ AD 868. അങ്ങനെ പണ്ട് പുരാതന കാലഘട്ടത്തിൽ ജപ്പാനില് പബ്ലിഷ് ചെയ്ത ബുക്കായിരുന്നു ഏത്? ദ ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര അല്ലെ. ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്രയാണ് ദ ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എത്ര ഷീറ്റ് ഓഫ് റൈറ്റിംഗ്സ് ഉണ്ടെന്ന് പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് 6 sheets of text and woodcut illustration. woodcut illustration എന്ന് പറയുമ്പോൾ 6 sheets of writings ഉണ്ടെങ്കിൽ വുഡ് കട്ട് പിക്ചേഴ്സ് എന്ന് ഇലസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയൊക്കെ പിക്ചേഴ്സ് ആയിരിക്കും. ഒരു സൈഡ് പിക്ചേഴ്സ് ആണെങ്കിൽ ബാക്കിയൊക്കെ റൈറ്റിംഗ്സ്. ഓക്കെ, അപ്പോ ജപ്പാനിലെ പ്രിന്റിങ്ങിന് തുടക്കമിട്ടത് ആരാണ്? ദ ബുദ്ധിസ്റ്റ് മിഷണറീസ് ഫ്രം ചൈന അല്ലെ. ഹാൻഡ് റൈറ്റിംഗ് ടെക്നോളജിക്ക് അവർ തുടക്കമിട്ടു ജപ്പാനിൽ അല്ലെ. എപ്പോഴാണ് അവർ തുടക്കമിട്ടത്? ഇറ്റ് ഇസ് ഇൻ AD 768 to 770 AD അവർ തുടക്കമിട്ടത്. അതുപോലെ തന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾഡസ്റ്റ് ജപ്പാനിക് ബുക്ക് പ്രിന്റ് ചെയ്തത് ഏത് വർഷമാണ്? ഇറ്റ് ഇസ് AD
868 AD ഏത് ബുക്ക് ജപ്പാൻ പബ്ലിഷ് ചെയ്തത്? ഇറ്റ് ഈസ് ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് 6 ഷീറ്റ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് വുഡ് കട്ട് ഇലസ്ട്രേഷൻസ്. ഓക്കെ, ഇതിലാണ് ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര. ഇറ്റ് ഈസ് ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക്. ഓക്കെ, ഇതാണ് ആ ഒരു ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക്. അങ്ങനെ ജപ്പാനില് ഇത്തരം പിക്ചേഴ്സ് ഒക്കെ ഏതിലൊക്കെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി? പിക്ചേഴ്സ് were printed on textiles, playing cards and paper money. അങ്ങനെ ജപ്പാനില് ചിത്രങ്ങളൊക്കെ എന്തിലൊക്കെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി? It is on textiles. First one textiles, second one playing cards, third one പേപ്പർ മണി. അല്ലെ, പൈസയിലും ടെക്സ്റ്റൈൽസിലും പ്ലേയിങ് കാർഡ്സിലും ഒക്കെ പിക്ചേഴ്സ് അവര് ഇൻസ്ക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഇൻ മിഡീവൽ ജപ്പാൻ, മധ്യകാലഘട്ടത്തിൽ ജപ്പാനിൽ വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കളെ വന്നത്? ദ പോയറ്റ്സ് ആൻഡ് പ്രോസ് റൈറ്റേഴ്സ് വെയർ റെഗുലർലി പബ്ലിഷ്ഡ്. അല്ലെ, കവിതാക്കളും അതുപോലെ തന്നെ നോവലിസ്റ്റുകളും എല്ലാം എന്ത് ചെയ്തു? അവര് ബുക്സ് എല്ലാ ഇതിലും റെഗുലർലി അവർ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അല്ലെ. എല്ലാ ദിവസവും അവര് ബുക്സ് ഒക്കെ അവരെന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബുക്സ് വെയർ ചീപ്പ് ആൻഡ് അബണ്ടന്റ്. ഈ ഒരു ബുക്സ് കോമൺ പീപ്പിളിനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ദ പിക്ചേഴ്സ് വെയർ പ്രിന്റഡ് ഓൺ ടെക്സ്റ്റൈൽസ്, പ്ലേയിങ് കാർഡ്സ് ആൻഡ് പേപ്പർ മണി. പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് മിഡീവൽ ജപ്പാൻ ആയപ്പോ ഈ പോയിറ്റ്സും നോവലിസ്റ്റും ഒക്കെ അവരുടെ വർക്ക്സ് കണ്ടിന്യൂസ്ലി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇതാണ് ജപ്പാനീസ് ബുക്സ് ഓഫ് പോയട്രി. ഫോർ എക്സാമ്പിൾ ആണ്, ബുക്സ് ഓഫ് നോവൽ ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇനി പിന്നെ ജപ്പാനിൽ വന്ന വേറൊരു മാറ്റം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രിന്റിംഗ് ഓഫ് വിഷ്വൽ മെറ്റീരിയൽ ദാറ്റ് ലെഡ് ടു ഇൻട്രസ്റ്റിംഗ് പബ്ലിഷിംഗ് പ്രാക്ടീസസ്. അങ്ങനെ വിഷ്വൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇൻട്രസ്റ്റിംഗ് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തപ്പോൾ അത് പബ്ലിഷിംഗ് സെന്റേഴ്സിന് ഒരു മാറ്റം കൂട്ടി എന്നാണ് പറയുന്നത്, ഒരു അട്രാക്റ്റീവായി. ഓക്കെ, പിന്നെ 18ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വന്നത്? It is in the 18th century, in the flourishing urban circles at Edo, later to be known as Tokyo, the illustrated collections of paintings depicted an elegant urban culture involving the artist, courtesans and tea house gatherings. അങ്ങനെ പല ഫേമസ് പെയിന്റിങ്സ് എവിടെ വന്നു? എവിടെയാണ് അതിന്റെയൊക്കെ ഒരു എന്താ പറയുക സെന്റർ എന്ന് പറയുന്നത്? ടോക്കിയോ ആയിരുന്നു. അവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് പെയിന്റിങ്സ് ആണ് ഉണ്ടായിരുന്നത്? it depicted urban culture involving artists, courtesans and tea house gatherings. Okay, next one. ഇതാണ് ടോക്കിയോയിലുള്ള പെയിന്റിങ്സ്. ഓക്കെ, പെയിന്റിങ്സ് അറ്റ് ടോക്കിയോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയാലോ. പിന്നൊരു മാറ്റം ജപ്പാനിൽ വന്നത് എന്താ മക്കളെ? ലൈബ്രറീസ് ആൻഡ് ബുക്ക് സ്റ്റോഴ്സ് വെയർ പാക്ഡ് വിത്ത് ഹാൻഡ് പ്രിന്റഡ് മെറ്റീരിയൽ ഓഫ് വേരിയസ് ടൈപ്സ്. അങ്ങനെ ലൈബ്രറീസും അതുപോലെ തന്നെ ബുക്ക് സ്റ്റോഴ്സ് ഒക്കെ വരാൻ തുടങ്ങി ജപ്പാനില്. അതില് ആ ബുക്ക് സ്റ്റോഴ്സിലൊക്കെ എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? ഇറ്റ് ഇസ് മെയിൻലി ഹാൻഡ് പ്രിന്റഡ് മെറ്റീരിയൽസ്, ബുക്സ് ഓൺ വിമൻ ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ബുക്സ് ഓൺ വിമൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കാൽക്കുലേഷൻ, ടീ സെറിമണി ആൻഡ് flower arrangements, proper etiquette, cooking and famous places. എന്ന് വെച്ചാൽ ആ ലൈബ്രറീസിലെ പുസ്തകമൊക്കെ എന്തിനൊക്കെ കുറിച്ചായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് മെയിൻലി അപ്പോൺ ദ ടോപ്പിക്സ് ലൈക്ക് വിമൻ ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ബുക്സ് ഉണ്ടായിരുന്നു, ആൻഡ് കാൽക്കുലേഷനെ കുറിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു, മാത്സ് റിലേറ്റഡ് ബുക്സ് ഉണ്ടായിരുന്നു, ആൻഡ് ടീ സെറിമണി റിലേറ്റഡ് ബുക്സ് ഉണ്ടായിരുന്നു, ആൻഡ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് റിലേറ്റഡ് ബുക്ക് ഉണ്ടായിരുന്നു, ആൻഡ് പ്രോപ്പർ എറ്റിക്വറ്റി റിലേറ്റഡ് ബുക്സ് ആൻഡ് കുക്കിംഗ് ആൻഡ് ഫേമസ് പ്ലേസസ് റിലേറ്റഡ് ബുക്സ് ഒക്കെ ലൈബ്രറീസിൽ ജപ്പാനിൽ സെറ്റപ്പ് ചെയ്തിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ഏർലിയസ്റ്റ് കൈൻഡ് ഓഫ് പ്രിന്റ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് ചെയ്തത് ഏതൊക്കെ കൺട്രീസിലാണ് മക്കൾ പറഞ്ഞ? ഇറ്റ് ഈസ് ചൈന, ജപ്പാൻ ആൻഡ് കൊറിയ. ഓക്കെ, അപ്പോ പിന്നെന്താണ് അവിടെ ഹാൻഡ് പ്രിന്റിംഗ് ഒക്കെ വന്നത് ഏത് കാലഘട്ടമായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ഇൻ AD 594. ഓക്കെ, ആ ടൈമിൽ ബുക്സ് ഇൻ ചൈന വെയർ പ്രിന്റഡ് ബൈ വിച്ച് കൈൻഡ് ഓഫ് പേപ്പർ? ഇറ്റ് ഈസ് റബ്ബിംഗ് പേപ്പർ. ഓക്കെ, പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? At that time, as both sides of that thin porous sheet could not be printed, the traditional Chinese book ആയിട്ടുള്ള accordion book was folded and stitched at the side. Okay. പിന്നെ ആ ഒരു ടൈമിൽ ഈ പ്രിന്റഡ് ബുക്സിന് ഒരു മാറ്റ് കൂട്ടിയ ഒരു പ്രധാന ഇവന്റ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ആ ഒരു ഇമ്പീരിയൽ സ്റ്റേറ്റിന്റെ പാർട്ടാവാൻ, ആ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം, നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ ചൈനയിൽ വന്നപ്പോൾ അത് എന്തിനു മാറ്റുകൂട്ടി? കുറെ ടെക്സ്റ്റ് ബുക്സ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അവർ പബ്ലിഷ് ചെയ്തു. അങ്ങനെ കുറെ കാലഘട്ടം, കുറെ നൂറ്റാണ്ട് 16, 17, 18 സെഞ്ചുറി വന്നപ്പോ കുറെ ആളുകള്, കുറെ കുട്ടികൾ എന്ത് ചെയ്തു? സിവിൽ സർവീസ് എക്സാമിനേഷനിൽ വന്നു അല്ലെ? ഇത് അവരുടെ പ്രിന്റിംഗ് ടെക്നോളജി വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ആ ഒരു ടൈമില് ആളുകള്, പുതിയ വായനക്കാർ വന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു? ഇറ്റ് ഇസ് മെയിൻലി ഫിക്ഷണൽ നെറേറ്റീവ്സ്. ഈ പോയിന്റ്സ് ഒക്കെ മക്കള് നോട്ടിൽ എഴുതി വെക്കണേ. ഫിക്ഷണൽ നെറേറ്റീവ്സ്, പോയട്രി, ഓട്ടോ ബയോഗ്രഫീസ്, ആന്തോളജീസ് ഓഫ് ലിറ്റററി മാസ്റ്റർ പീസസ് ആൻഡ് റൊമാൻറ്റിക് പ്ലേസ് അല്ലേ? പിന്നെ അവിടെ ചൈനയിൽ വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെസ്റ്റേൺ പ്രിന്റിംഗ് ടെക്നിക്സിന്റെ ഡെവലപ്മെന്റ്സ് ആണ് അല്ലേ? അപ്പൊ ആ ഒരു ഇതിന്റെ ന്യൂ പ്രിന്റ് കൾച്ചർ വന്നിട്ടുള്ള ചൈനയിലെ സിറ്റി എന്ന് പറയുന്നത് ഷാങ്ഹായ് ആണ് അല്ലേ? അവിടെ എന്ന് പറയുന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്ന ഹാൻഡ് മെയ്ഡ് പ്രിന്റിംഗിൽ നിന്ന് മെക്കാനിക്കൽ പ്രിന്റിംഗിലേക്ക് ആളുകൾ ചൈനയിലേക്ക് എന്തായി? ചൈനയിൽ വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പീപ്പിൾ shifted from handmade printing to mechanical printing. ഇനി പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇറ്റ് ഇസ് പ്രിന്റ് ഇൻ ജപ്പാൻ ആണ് അല്ലെ? അതിലെന്തൊക്കെയാ പറഞ്ഞത്? ചൈനയിൽ നിന്നുള്ള ബുദ്ധിസ്റ്റ് മിഷണറീസ് ജപ്പാനിലേക്ക് വന്നിട്ട് അവിടെ ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി ഏത് AD-യിലാണ് കൊണ്ടുവന്നത്? ഇറ്റ് ഇസ് AD 768 to 770. ഓക്കെ, ആ ജപ്പാനിലുള്ള ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് ഏതാന്ന് വെച്ചാൽ മക്കൾ ഏതാണ് പറയാ? ഇറ്റ് ഈസ് The Buddhist Diamond Sutra was the oldest Japanese book and it is published in AD 868. Okay, അതിലെ എത്ര കൈൻഡ്സ് ഓഫ് ഷീറ്റ് ഓഫ് ടെക്സ്റ്റ് ആണുള്ളത് ഡയമണ്ട് സൂത്രയില്? ഇറ്റ് ഈസ് മെയിൻലി ഇറ്റ് കണ്ടെയ്ൻസ് 6 ഷീറ്റ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് വുഡ് കട്ട് ഇലസ്ട്രേഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? അങ്ങനെ വേറൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് ജപ്പാനിൽ വന്നിട്ടുള്ളത് പിക്ചേഴ്സ് വെയർ പ്രിന്റഡ് ഓൺ വിച്ച് ഓൾ മെറ്റീരിയൽസ്? ഇറ്റ് ഈസ് ഓൺ ടെക്സ്റ്റൈൽസ്, പ്ലേയിങ് കാർഡ്സ് ആൻഡ് പേപ്പർ മണി അല്ലേ? പിന്നെ മിഡീവൽ ജപ്പാൻ, മിഡീവൽ ഏജ് ആയപ്പോൾ ജപ്പാനിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പോയറ്റ്സ് ആൻഡ് പ്രോസ് റൈറ്റേഴ്സ് വെയർ റെഗുലർലി പബ്ലിഷ് ദിയർ ബുക്സ്. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം ദ ബുക്സ് വെയർ വെരി ചീപ്പ്. ഓക്കെ, പിന്നെ പ്രിന്റിംഗ് ഓഫ് വിഷ്വൽ മെറ്റീരിയൽ പ്രിന്റിംഗ് ഓഫ് വിഷ്വൽ മെറ്റീരിയൽ ദാറ്റ് അട്രാക്റ്റഡ് ദ പബ്ലിഷിംഗ് പ്രാക്ടീസസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ലേറ്റ് 18th സെഞ്ചുറിയിൽ ഫ്ലറിഷിംഗ് urban സർക്കിൾസ് അറ്റ് ടോക്കിയോ ദാറ്റ് ഹാവ് പബ്ലിഷ് സെവറൽ ആർട്ടിസ്റ്റിക്കൽ പെയിന്റിങ്സ്. അതിലെ ടോപ്പിക്സ് എന്തായിരുന്നു ആ പെയിന്റിങ്സിലെ? ഇറ്റ് ഈസ് മെയിൻലി ഇറ്റ് ഈസ് ആർട്ടിസ്റ്റ് കോട്ടീഷ്യൻസ്, urban കൾച്ചർ, ടീ ഹൗസ് ഗ്യാതറിങ്സ് ഒക്കെ ആയിരുന്നു അല്ലേ? ഓക്കെ, അതാണ്. പിന്നെ ലൈബ്രറി സെറ്റപ്പ് ചെയ്തു. അവിടെയുള്ള ബുക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ബേസ്ഡ് അപ്പ് ആയിരുന്നു? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ വിമൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കാൽക്കുലേഷൻസ്, ടീ സെറമണി, ഫ്ലവർ അറേഞ്ച്മെന്റ്, പ്രോപ്പർ എറ്റിക്വിറ്റി ആൻഡ് കുക്കിംഗ് ആൻഡ് ഫേമസ് പ്ലേസസ്. ഓക്കെ, അപ്പോ
ഇത്തരം സിമ്പിൾ കാര്യമാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. പ്രിന്റ് ഇൻ ചൈന ആൻഡ് പ്രിന്റ് ഇൻ ജപ്പാൻ എന്ന് പറയുന്ന 2 ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പ്രിന്റ് ഇൻ യൂറോപ്പിൽ ഈ പ്രിന്റിംഗ് ടെക്നോളജി എന്ത് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.